ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ കറികളൊന്നും വെക്കാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് ഇത്ര കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കുറേ സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. ഇനി ഇതിലോട്ട് 2 സവാള സ്ലൈസ് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് 2 പേർക്ക് കഴിക്കാനുള്ള അളവിനാണ്. സവാളയും അതുപോലെ തന്നെ ഒരുപാട് നേരിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, കുറച്ച് സമയം ഇതൊന്ന് വാടിക്കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർക്കാം. 2 സവാളയ്ക്ക് ഒരു തക്കാളി ചേർത്താൽ മതി. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളിയാണ്. തക്കാളിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. തക്കാളി കൂടുതൽ സമയത്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മാക്സിമം ഒരു 1-2 മിനിറ്റ് ഇട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ, 1/4 ടീസ്പൂൺ മതിയാവും. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, മട്ടൻ മസാല, ഇത് 3-ൽ ഏതെങ്കിലും ഒന്ന് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതൊരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും പെരിഞ്ചീരകവും കൂടി പൊടിച്ചെടുത്ത പൊടിയാണിത്, രണ്ടും കൂടി ചേർന്ന് പൊടിച്ച പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പെരിഞ്ചീരകവും കുരുമുളകും കൂടി ചേർത്ത് പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ റൈസിന്. അപ്പോൾ നിങ്ങൾക്ക് ആ പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം, പക്ഷെ ചേർത്താൽ നല്ലതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് മുട്ട ചേർക്കാം. ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട നമുക്ക് 3 വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അതിനുശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഒരുപാട് ഇട്ട് മിക്സ് ചെയ്യേണ്ട. കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെക്കാം. അപ്പോൾ കുറച്ച് സമയം മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇട്ട് വയ്ക്കാം, സിമ്മിൽ ഇട്ട് വെച്ചാൽ മതി. അതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് മുട്ട നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. മുട്ട നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടാണുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് റൈസ് ചേർക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഇതുണ്ടാക്കുന്നത്, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചോറ് ചേർക്കാം. ഇതിപ്പോൾ നമ്മുടെ സാധാരണ വൈറ്റ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ബസ്മതി റൈസ് എടുക്കാം, അതുപോലെ തന്നെ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന റൈസ് വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ സോയ സോസ് ചേർക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം, ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അതില്ലാതെയും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ചോറിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് മുട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്